$1.5 മില്യൺ തന്നാൽ കൊക്കക്കോളയുടെ രഹസ്യ ഫോർമുല കൈമാറാം. 2006-ൽ കോക്കിന്റെ മുഖ്യ എതിരാളികളായ പെപ്സിയുടെ ഓഫീസിലേക്ക് ഇത്തരമൊരു സന്ദേശമെത്തി. കൊക്കക്കോളയുടെ അറ്റ്ലാന്റയിലെ ആഗോള ആസ്ഥാനത്തെ സെക്രട്ടറി പോസ്റ്റിലുള്ള ജോയ വില്യംസിൻ്റെതായിരുന്നു ഈ സന്ദേശം. കോക്കിന്റെ രഹസ്യ ഫയലുകളിലേക്കും സാമ്പിളുകളിലേക്കും അതീവ രഹസ്യമായ ഫോർമുലകളിലേക്കും മറ്റും ആക്സസ് ഉള്ള വ്യക്തിയായിരുന്നു ജോയ. പതിറ്റാണ്ടുകളായി പേറ്റന്റ് പോലും എടുക്കാതെ കൊക്കക്കോള രഹസ്യമായി സൂക്ഷിക്കുന്ന ട്രേഡ് സീക്രട്ട്. പരമ്പരാഗത എതിരാളിയെ തകർക്കാൻ ഒന്നാന്തരം ഒരു അവസരമാണ് മുന്നിലെത്തിയിരിക്കുന്നത്. എന്നാൽ പെപ്സിയുടെ നേതൃത്വം US ഇന്റലിജൻസ് ഏജൻസിയായ FBI യാണ് ബന്ധപ്പെട്ടത്. ജോയയുടെ വിവരങ്ങൾ പെപ്സി FBIക്ക് കൈമാറി. പെപ്സിക്ക് പ്രതിനിധിയായി ചമഞ്ഞ പണവുമായി ഒരു FBI ഉദ്യോഗസ്ഥൻ ജോയയെയും കൂട്ടാളികളെയും കണ്ടു. കൊക്കക്കോളയുടെ രഹസ്യ വിവരങ്ങൾ ജോയ കൈമാറി. ഇതെല്ലാം FBI രഹസ്യമായി വീഡിയോ റെക്കോർഡ് ചെയ്തു. ജോയയും കൂട്ടാളികളും വൈകാതെ അറസ്റ്റിലായി. ഗൂഢാലോചന, തട്ടിപ്പ്, രഹസ്യരേഖകളുടെ മോഷണം തുടങ്ങിയ കുറ്റങ്ങൾ ചാർത്തി 2007-ൽ കോടതി ഇവർക്ക് 8 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. കോർപ്പറേറ്റ് തലത്തിൽ പെപ്സി കാട്ടിയ പ്രൊഫഷണലിസവും ധാർമ്മികതയും പരക്കെ പ്രശംസിക്കപ്പെട്ടു. കോക്കുമായി നിലനിന്ന വിപണി മത്സരം പെപ്സിയെ തരിമ്പും വളഞ്ഞ വഴികൾ തേടാൻ പ്രലോഭിപ്പിച്ചില്ല. അതേസമയം പാഠം പഠിച്ച കൊക്കക്കോള തങ്ങളുടെ സുരക്ഷാ വീഴ്ചകൾ പരിഹരിച്ചു. കോർപ്പറേറ്റ് ഗവർണൻസിലെ ഒരു നല്ല പാഠമാണിത്. ബിസിനസ്സിലെ മത്സരം കടുത്തതും ശത്രുതാപരവുമായിരിക്കാം, പക്ഷേ അത് നീതിയുക്തമായിരിക്കണം.